നമസ്സർവേഭ്യഃ. ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ ഇതുവരെയുള്ള ശ്ലോകങ്ങളിലൂടെ ആത്മാവ് എന്താണെന്നും അത് എങ്ങനെ അനശ്വരമാണെന്നും ഭഗവാൻ നമുക്ക് വിശദീകരിച്ചു തന്നു. ഇതിനെയാണ് സാഖ്യബുദ്ധി അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ കേവലം അറിവുകൊണ്ട് മാത്രം ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധിക്കില്ല. ആ അറിവിനെ എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 39, 40, 41 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമ്മളെ കർമ്മയോഗം എന്ന അത്ഭുതകരമായ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. കർമ്മം ചെയ്യുമ്പോൾ അത് നമ്മെ തളർത്താതിരിക്കാനും പരാജയ ഭീതിയില്ലാതെ മുന്നേറാനും സഹായിക്കുന്ന പ്രായോഗിക പാഠങ്ങളാണ് ഈ ശ്ലോകങ്ങളിലുള്ളത്. ലക്ഷ്യബോധമുള്ള ഒരു മനസ്സ് എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ശ്ലോകം കേൾക്കാം. ഏഷാ തേ ഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ ഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. വരികളുടെ അർത്ഥം നോക്കാം. ഏഷാ തേ ഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു പാർത്ഥ ഏഷാ ബുദ്ധിഹി തേ സാംഖ്യേ അഭിഹിത യോഗേ തു ഇമാം ശൃണു. ഏഷാ ഇതുവരെ പറഞ്ഞത്, തേ നിനക്ക്, അഭിഹിത ഉപദേശിക്കപ്പെട്ടു, സാംഖ്യേ സാംഖ്യയോഗത്തിൽ, ബുദ്ധിഹി ജ്ഞാനം അതായത് ബുദ്ധി, യോഗേ യോഗത്തിൽ കർമ്മയോഗത്തിൽ, തു എന്നാൽ ഇമാം ഇതിനെ, ശൃണു കേട്ടാലും, ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യയാ ബുദ്ധ്യായുക്ത കർമ്മബന്ധം പ്രഹാസ്യസി. ബുദ്ധിയാൽ യുക്ത ചേർന്നവനായിട്ട് യയാ ഏതൊന്നുകൊണ്ടാണോ പാർത്ഥ അർജുന കർമ്മബന്ധം കർമ്മങ്ങളുടെ കെട്ടുപാടുകൾ പ്രഹാസ്യസി വിമോചിതനാകും അല്ലെങ്കിൽ ഉപേക്ഷിക്കും. അർജുന, ഇതുവരെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഞാൻ നിനക്ക് നൽകിയത്. ഇനി നീ കർമ്മയോഗത്തെ കുറിച്ച് കേട്ടാലും ഈ ജ്ഞാനത്തോടെ നീ കർമ്മം ചെയ്യുകയാണെങ്കിൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ സാധിക്കും. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ. ഇഹ അഭിക്രമനാശഃ ന അസ്തി പ്രത്യവായഃ ന വിദ്യതേ. ഇഹ ഈ നിഷ്കാമ കർമ്മയോഗത്തിൽ അഭിക്രമനാശഃ തുടങ്ങി വെച്ചതിന്റെ നാശം ന അസ്തി ഇല്ല, പ്രത്യവായഃ ദോഷം അതായത് വിപരീത ഫലം ന വിദ്യതേ കാണപ്പെടുന്നില്ല. സ്വൽപം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അസ്യ ധർമ്മസ്യ സ്വൽപമപി മഹതഃ ഭയാത് ത്രായതേ. അസ്യ ഈ ധർമ്മസ്യ ധർമ്മത്തിന്റെ സ്വൽപമപി വളരെ കുറച്ചായാലും മഹതഃ വലിയ ഭയാത് പേടിയിൽ നിന്ന് ത്രായതേ രക്ഷിക്കുന്നു. ഈ കർമ്മയോഗ പാതയിൽ ഒരു പ്രയത്നവും വെറുതെയാകുന്നില്ല. ഇതിൽ വിപരീതമായ ഫലങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകുന്നില്ല. ഈ ധർമ്മം അല്പമെങ്കിലും പാലിക്കുന്നത് ഒരാളെ വലിയ ഭയങ്ങളിൽ നിന്ന് അതായത് ജനന മരണ ചക്രത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. അടുത്ത ശ്ലോകം കേൾക്കാം. വ്യവസായാത്മികാ ബുദ്ധിഃ ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. വ്യവസായാത്മികാ ബുദ്ധിഃ ഏകേഹ കുരുനന്ദന बहुशाखा
ह्यनन्ताश्च बुद्धयो व्यवसायिनाम् വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. കുരുനന്ദന ഇഹ വ്യവസായാത്മിക ബുദ്ധി ഏകാഹ. കുരുനന്ദന, കുരുവംശജനായ അർജുന, ഇഹ ഈ പാതയിൽ, അതായത് കർമ്മയോഗത്തിൽ, വ്യവസായാത്മിക നിശ്ചയദാർഢ്യമുള്ള, അതായത് ലക്ഷ്യബോധമുള്ള, ബുദ്ധി ഏക ഒന്ന്. ബഹുശാഖ ഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ബഹുശാഖ ഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. അവ്യവസായിനാം ബുദ്ധയഃ ഹി ബഹുശാഖാഃ അനന്താഃ ച. അവ്യവസായിനാം ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധയഃ ബുദ്ധികൾ ഹി തീർച്ചയായും ബഹുശാഖാഃ പല ശാഖകളായി പിരിഞ്ഞത്, അനന്താഃ അവസാനമില്ലാത്തത്. അർജുന, ഈ കർമ്മയോഗ പാതയിൽ ലക്ഷ്യബോധമുള്ളവരുടെ ബുദ്ധി ഏകാഗ്രവും ഒന്നുമായിരിക്കും. എന്നാൽ ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളായി പിരിഞ്ഞ് അനന്തമായി ചിതറിക്കിടക്കുന്നതുമായിരിക്കും. ജീവിത പാഠം നോക്കാം. ചിന്തയെ പ്രവൃത്തിയായി മാറ്റുക. ഫലത്തെ ഭയപ്പെടാതെ ഓരോ ചെറിയ ചുവടും ആത്മവിശ്വാസത്തോടെ വെക്കുക. പല കാര്യങ്ങളിൽ മനസ്സ് അലയാൻ വിടാതെ ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഈ ഏകാഗ്രതയാണ് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനുള്ള യഥാർത്ഥ കരുത്ത്. ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഏഷാ തേ ഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് വ്യവസായാത്മികാ ബുദ്ധിഃ ഏകേഹ കുരുനന്ദന ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. 39 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയൊരു സന്ദേശം ഇതാണ്. കർമ്മത്തിന്റെ രഹസ്യം, അതായത് അറിവ് ചിന്തയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം. അതാണ് യഥാർത്ഥ യോഗം. ഫലത്തെ ഭയപ്പെടേണ്ട. കർമ്മയോഗത്തിന്റെ പാതയിൽ നാം ചെയ്യുന്ന ചെറിയൊരു നന്മ പോലും ഒരിക്കലും പാഴാകില്ല. അത് നമ്മെ വലിയ ഭയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഏകാഗ്രതയുടെ കരുത്ത്. വിജയിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി പല ദിശകളിലേക്ക് ചിതറിപ്പോകാൻ അനുവദിക്കരുത്. ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനും സഹായിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഏകാഗ്രത ലഭിക്കാത്തത് എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ധന്യവാദ. ഹരേ കൃഷ്ണ.